കുറിച്ച് വേദപുസ്തകം പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, മനുഷ്യർക്കാർക്കും കാണാൻ കഴിയാത്തവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, ആദിയില്ല അവസാനമില്ല, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ഈ പ്രപഞ്ചത്തിന് മുമ്പേ ഉള്ളവൻ, ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാകാത്തവൻ, സമയത്തിന് മുമ്പേ ഉള്ളവൻ, കാലത്തിന് അതീതൻ, കാലം കൊണ്ട് അവസാനിക്കാത്തവൻ, ഈ മഹാദൈവം, അവനെയാണ് നമ്മൾ പിതാവ് എന്ന് വിളിക്കുന്നത്. ആ ദൈവത്തെ അറിയാൻ കഴിഞ്ഞത് ചെറിയൊരു കാര്യമല്ല. ദൈവവുമായിട്ട് ബന്ധമുണ്ടാകുവാൻ തക്കവണ്ണം അകത്തുള്ള കണ്ണ് ദൈവം തുറന്നു തന്നു. ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്നതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ അറിയുവാൻ നമുക്കിടയായി. അനുഭവമുള്ളവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ നിന്നൊരു ഭാഗം വായിച്ചുകൊണ്ട് തുടർന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി. അവനെ കാപ്പാൻ 4 സേവകരുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം കഴിഞ്ഞ് 14 വർഷത്തിനിടയിൽ നടക്കുന്ന കാര്യമാണ് ഇവിടെ വായിച്ചത്. ഈ സംഭവം നടക്കുന്നതിന് 10 വർഷം മുമ്പ് സ്തെഫാനോസ് രക്തസാക്ഷിയായി കൊല്ലപ്പെട്ടു. വിശ്വാസികളിൽ ആദ്യത്തെ, ക്രിസ്ത്യാനികളിൽ ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസാണ്. എന്നാൽ അപ്പോസ്തലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷി യാക്കോബ് അപ്പോസ്തലനാണ്. 12 അപ്പോസ്തലന്മാർ യൂദാ കെട്ടിയാന്ന് മരിച്ചു. ബാക്കി 11 പേരിൽ ആദ്യം മരിക്കുന്നത് യാക്കോബ്. 12 അപ്പോസ്തലന്മാരിൽ 11 പേരും സ്വാഭാവിക മരണമല്ല വരിച്ചത്. ഒരാൾ മാത്രമേ ഉള്ളൂ, യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക മരണം വരിച്ചത്. ബാക്കി എല്ലാ അപ്പോസ്തലന്മാരും, യൂദായെ മാറ്റിവെക്കാൻ ബാക്കി എല്ലാ അപ്പോസ്തലന്മാരും രക്തസാക്ഷികളായി. എന്തുകൊണ്ടാണ് യോഹന്നാനെ രക്തസാക്ഷിയാക്കാഞ്ഞത്? ബാക്കി അപ്പോസ്തലന്മാരിൽ രക്തസാക്ഷികളായപ്പോൾ യോഹന്നാൻ രക്തസാക്ഷിയായില്ല. കാരണം എന്താണ്? യേശു ക്രൂശിൽ കിടക്കുമ്പോൾ സകല ശിഷ്യന്മാരും ഓടിപ്പോയി. യേശുവിനെ വിസ്തരിക്കുമ്പോൾ തന്നെ ശീമോൻ പറഞ്ഞു, എനിക്ക് അവനെ അറിഞ്ഞുകൂടാ, തള്ളിപ്പറഞ്ഞ് പ്രാകാൻ തുടങ്ങി. എല്ലാവരും ഭയന്ന് ഓടിപ്പോയി. യഹൂദന്മാരോ റോമൻ പട്ടാളക്കാരോ അവരെ കൂടെ പിടിച്ച് കൊല്ലുമെന്നുള്ള മരണഭീതിയിൽ എല്ലാവരും ഓടിപ്പോയപ്പോൾ അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞിരുന്ന, യേശുവിനേക്കാളും പ്രായം കുറഞ്ഞിരുന്ന യോഹന്നാൻ ആ ക്രൂശിന് ചുവട്ട് നിൽപ്പുണ്ട്. അവൻ മാത്രം ഓടിപ്പോയില്ല. എന്നെ കൊല്ലുന്നെങ്കിൽ കൊന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞ് ക്രൂശിൻ്റെ ചുവട്ടിൽ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടെ യോഹന്നാൻ നിന്നത് ദൈവം അവൻ്റെ രക്തസാക്ഷിത്വമായിട്ട് കണക്കാക്കി. ദൈവഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ്. മനുഷ്യർ പുറമേയുള്ളത് നോക്കുമ്പോൾ നിൻ്റെ അകത്തിരിക്കുന്ന പ്രതിഷ്ഠയാണ് ദൈവം നോക്കുന്നത്. നിൻ്റെ അകത്തിരിക്കുന്ന തീരുമാനമാണ് ദൈവം നോക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ്റെ അകത്തിരുന്ന തീരുമാനം, എല്ലാവരും ഓടിപ്പോയാലും മരിക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിനക്ക് മാത്രം സ്വാഭാവിക മരണം. ഡൊമിഷ്യൻ ചക്രവർത്തി യോഹന്നാനെ എണ്ണയ്ക്കകത്തോട്ട് തിളപ്പിച്ച് എണ്ണയിലിട്ട് അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. പക്ഷേ തിളപ്പിച്ച എണ്ണയിൽ അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. തിളപ്പിച്ച എണ്ണയുടെ ചൂട് അവൻ്റെ ശരീരത്തിന് ഹാനി വരുത്തിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ദൈവത്തിൻ്റെ പദ്ധതി തീരുന്നത് വരെ നിന്നെ തൊടാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. സ്വർഗസ്ഥനായ നിന്റെ പിതാവ് അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി താഴെ വീഴത്തില്ല. ഈ ഭൂമിയിൽ ദൈവമാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത്. ജനിപ്പാൻ ഒരു കാലം, മരിക്കുവാൻ ഒരു കാലം.
ജനിക്കുവാനുള്ള സമയം നിശ്ചയിച്ചത് ദൈവം, അതുപോലെ മരിക്കുവാനുള്ള സമയം നിശ്ചയിച്ചത് ദൈവമാണ്. അതിനു മുൻപ് 16 വീലുള്ള ട്രക്ക് ഇടിച്ച് താഴെയിട്ട് ദേഹത്തൂടെ കയറിപ്പോയാലും അത് കഴിയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് നീ ആയിരിക്കാൻ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിനക്ക് സുരക്ഷിതത്വമുണ്ട്. എന്നാൽ യാക്കോബിനെ പിടിച്ചു കൊന്ന ആരാണ് കൊന്നത്? ഹെരോദാവ് അഗ്രിപ്പാവുന്നയാളാണ്. ചരിത്രത്തിൽ ഹെരോദാവ് അഗ്രിപ്പാവുന്നതാണ് ഇയാളുടെ പേര്. യേശു കുഞ്ഞ് പിറന്നപ്പോൾ ബേത്ലഹേമിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന ഒരു ഹെരോദാവുണ്ട്. അയാൾ അറിയുന്ന മഹാനായ ഹെരോദാവെന്നാണ്. അയാൾ മഹാനായതുകൊണ്ടല്ല, അയാൾ തന്നെ സ്വന്തം പേരോട് ചേർത്ത് ആഡ്ജക്റ്റീവ് ഉപയോഗിച്ചു, തന്നെത്താൻ പേരുണ്ടാക്കി മഹാനായ ഹെരോദാവ്. അതുകൊണ്ട് ചരിത്രത്തിൽ മഹാനായ ഹെരോദാവ് എന്നറിയപ്പെടുന്നു. ഹെരോദ്യ വാഴ്ചയുടെ ഒന്നാമത്തെ ആൾ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മകനെ വാളുകൊണ്ട് കൊന്നു. 14 മക്കളുണ്ടായിരുന്നു, അതിലൊരു മകനെ വാളുകൊണ്ട് കൊന്നു. ആ മകനെ കൊന്നപ്പോൾ മരിച്ച മകന് 3.5 വയസ്സ് പ്രായമുള്ള ഒരു മകനുണ്ടായിരുന്നു. 3.5 വയസ്സ് പ്രായമുള്ള കുട്ടിയെ റോമിൽ കൊണ്ടുപോയി വളർത്തി, അവിടെ വളർത്താൻ ഏൽപ്പിച്ചു. റോമിൽ അവിടെയുള്ള ഭരണ കുടുംബങ്ങളിൽപ്പെട്ട കുഞ്ഞുങ്ങളോട് കൂടെ വളർന്നു വന്നു ആളാണ് ഈ അഗ്രിപ്പാവ്. അയാൾ വളർന്നപ്പോൾ അവിടെ ചക്രവർത്തിയായി തീർന്ന ആള് ഇവൻ്റെ കൂട്ടുകാരനായിരുന്നു. അതുകൊണ്ട് ഇവനെ യഹൂദ്യയുടെ രാജാവായിട്ട് അയച്ചു. രാജാവ് എന്ന സ്ഥാനപ്പേരായിരുന്നു. മഹാനായ ഹെരോദാവിന് രാജാവെന്ന സ്ഥാനപ്പേര് കൊടുത്തു. പിന്നെ അയാളുടെ 4 മക്കൾ ഭരണം നടത്തിയെങ്കിലും ആ മക്കൾക്കാർക്കും ഭരണകർത്താക്കൾ എന്നുള്ള പേരേ ഉള്ളൂ. രാജാവ് എന്നുള്ള പേരിൽ അഗ്രിപ്പാവ് വന്നപ്പോൾ അഗ്രിപ്പാവിന് രാജാവെന്ന പേര് കിട്ടി, ഹെരോദാ രാജാവ്. റോമിൽ നിന്ന് അവൻ യഹൂദ്യയിൽ വന്ന് യെരുശലേമിൽ വന്ന് ഭരണം നടത്തുമ്പോൾ യഹൂദ്യരായ ആളുകളെ പ്രീതിപ്പെടുത്തണം. അവരുടെ റിലീജിയസ് ആയിട്ടുള്ള മതപരമായ ശുഷ്കാന്തിയുള്ള ആളുകൾക്ക് പ്രീതി ഉണ്ടാകാൻ വേണ്ടി ക്രിസ്ത്യാനികളിൽ അതിൻ്റെ ലീഡേഴ്സിനെ വധിക്കുവാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെയാണ് യാക്കോബ് അപ്പോസ്തലനെ അവൻ കൊന്നത്. യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ അടുത്ത ആളിനെ കൊല്ലാൻ പിടിച്ചു, ശീമോൻ പത്രോസിനെ. കാരണം അഗ്രിപ്പാവിന് അധികാരമുണ്ട്, അവന് പട്ടാളമുണ്ട്, അവന് കാരാഗ്രഹമുണ്ട്, അവന് രാജസ്ഥാനമുണ്ട്. അവൻ വിചാരിച്ചാൽ ആരെ വേണേ കൊല്ലാം. ശീമോനെ പിടിച്ച് ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ അവനെ ആക്കി. പെരുന്നാൾ സമയമായതുകൊണ്ട് പെരുന്നാളിൻ്റെ ഇടയ്ക്ക് കൊല്ലണ്ട, പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കൊല്ലാൻ തീരുമാനിച്ചിട്ട് ഹൈ സെക്യൂരിറ്റി പ്രിസണിൽ അകത്തെ കാരാഗ്രഹമുറിയിൽ ഇടത്തും വലത്തും 2 പട്ടാളക്കാരെ കൂടെ കിടത്തി അവരുമായിട്ട് കൈമേൽ ചങ്ങലയിട്ട് കിടക്കുകയാണ്. 2 കയ്യിലും വിലങ്ങാണ്. വിലങ്ങിൻ്റെ അപ്പുറത്ത് ഒരു പട്ടാളക്കാരൻ ദിവസത്തെ ഇടതുവശത്ത് വേറൊരാൾ. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു, പത്രോസ് അവിടെ കിടന്ന് ഉറങ്ങുക രാത്രിയിൽ. യാക്കോബിനെ കൊന്നു, പിറ്റേ ദിവസം പത്രോസിനെ കൊല്ലാൻ പോകുക. പക്ഷേ ഈ ഉൾമുറിയിൽ അവൻ കിടന്ന് ഉറങ്ങുക. എങ്ങനെ ഉറങ്ങാൻ പറ്റും? യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ 18-ാം വാക്യം വായിക്കാം. യോഹന്നാൻ 21:18. അഗ്രിപ്പാവിന് പവറുണ്ടെങ്കിലും അവനെ പത്രോസിനെ കൊല്ലാൻ ഒക്കുമോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു. യേശു പുനരുത്ഥാനം ചെയ്തിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന തൊട്ട് മുമ്പ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്നപ്പോൾ യേശു ഓരോരുത്തരെ കുറിച്ച് പറയുകയാണ്. ശീമോനോട് പറയുകയാണ്, പത്രോസിനോട് പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. നീ നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് വയസ്സനായ ശേഷം അവൻ രക്തസാക്ഷിയായി തീരുമെന്ന് അപ്പോസ്തലന്മാർക്ക് മനസ്സിലായി. യേശു പറഞ്ഞതാണ്, നീ വയസ്സനായ ശേഷമേ നീ രക്തസാക്ഷിയാകത്തുള്ളൂ. ചെറുപ്പക്കാരനായിരിക്കുന്ന പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടേക്കുക. അധികാരമുള്ളത് കൊണ്ട് പത്രോസിനെ കൊല്ലാൻ പറ്റുമെന്ന് അഗ്രിപ്പാവ് വ്യാമോഹിച്ചിരിക്കുകയാണ്. പക്ഷേ യേശു നേരത്തെ പറഞ്ഞിരിക്കുകയാണ്, നീ വയസ്സനായ ശേഷമേ നീ മരിക്കുകയുള്ളൂ.
രണ്ടും കൂടെ ഏറ്റുമുട്ടുകയാണ്. ഏത് രണ്ടും കൂടെ? കർത്താവിൻ്റെ അരുളപ്പാടും കർത്താവിൻ്റെ വാഗ്ദത്തവും കർത്താവിൻ്റെ വചനവും രാഷ്ട്രീയ അധികാരവും കൂടെ ഏറ്റുമുട്ടുകയാണ്. ഭരണാധികാരികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നവർ ധരിച്ചിരിക്കുന്ന കാലത്ത് അവർ ധരിക്കുന്നു പത്രോസിനെ കൊല്ലാൻ കഴിയും. യാക്കോബിനെ കൊന്നല്ലോ, ഇനി ഇവരെ പ്രസാദിപ്പിക്കാൻ പത്രോസിനെ കൂടെ കൊല്ലാൻ കഴിയും. പക്ഷേ ഒരു വചനം അതിനെതിരായിട്ട് നിൽപ്പുണ്ട്. ആ വചനം ദൈവത്തിൻ്റെ ദൂതാണ്. നിനക്കനുകൂലമായിട്ട് ദൈവത്തിൻ്റെ ഒരു ദൂത് നിൽപ്പുണ്ടെങ്കിൽ എത്ര വലിയ അധികാരമുള്ള സ്ഥാനങ്ങൾ വിചാരിച്ചാലും നിന്നെ തൊടാൻ കഴിയുകയില്ല, നിന്നെ തൊടാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലോചന വ്യർത്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. എത്ര വലിയ അധികാരമുള്ളവനും എത്ര വലിയ ഗ്രൂപ്പുള്ളവനും എത്ര വലിയ ശക്തിയുള്ളവനാണെങ്കിലും ഇല്ല, സാധ്യമല്ല. സ്വർഗസ്നായ പിതാവ് അറിയാതെ നിന്റെ തലയിൽ ഒരു മുടി താഴെ വീഴത്തില്ല, ഒരു മുടി താഴെ വീഴത്തില്ല. അവരുടെ ശക്തി അധികാരമില്ല, അവിടെ വന്ന് നിൽക്കും. കാര്യം സാധിക്കാൻ വേണ്ടി സെക്യൂരിറ്റി ഉണ്ടാക്കിയിരിക്കുകയാണ്. 4 പട്ടാളക്കാർ വീതമുള്ള 4 കൂട്ടത്തെ ഏൽപ്പിച്ച് 16 പട്ടാളക്കാരെ ഏൽപ്പിച്ചിരിക്കുക പത്രോസിനെ കാവൽ കാക്കാൻ. 16 പട്ടാളക്കാർ. 16 പട്ടാളക്കാർ കാവൽ ചെയ്ത് ഉൾമുറിയിൽ കിടത്തിയിരിക്കുകയാണ്. ഇടത്തും വലത്തും പട്ടാളക്കാരെ കൂടെ കിടത്തിയിരിക്കുകയാണ്. ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല പത്രോസിനെ. പക്ഷേ ഇത്രയെല്ലാം പ്രതികൂലമുള്ളപ്പോഴും അവിടുത്തെ സഭ, മാളിക മുറിയിലെ സഭ, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെടുത്ത സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്തിനാണ് ആ സഭക്കാരെല്ലാം കൂടെ ഒരു രാത്രി മുഴുവൻ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്? കാരണം അവിടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു പ്രബന്ധം ഉണ്ടായിരുന്നു. ആ പ്രബന്ധം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചെന്നാൽ പ്രാർത്ഥിക്കാമെന്ന്. അല്ലല്ല, പ്രാർത്ഥനയെക്കുറിച്ച് ഒരു പുതിയ പുസ്തകം ഇറങ്ങി അത് വായിച്ചപ്പോഴാണോ തീരുമാനിച്ചല്ല. പെയിൻ കോസസ് പ്രയർ. വേദനയുണ്ടായാൽ പ്രാർത്ഥനയുണ്ടാകും. സഭയ്ക്ക് പീഡനമുണ്ടായാൽ സഭ പ്രാർത്ഥിക്കും. പീഡനമില്ലെങ്കിൽ പ്രാർത്ഥനയില്ല. പ്രാർത്ഥന ഉണ്ടാകുന്നത് എപ്പോഴും വേദന ഉണ്ടാകുമ്പോഴാണ്, എതിർപ്പുണ്ടാകുമ്പോഴാണ്, പോരാട്ടം ഉണ്ടാകുമ്പോഴാണ്. സ്വന്തം ശക്തി കൊണ്ടും സ്വന്തം ബലം കൊണ്ടും ജയിക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രാർത്ഥനയുണ്ടാകും. അവരുടെ സ്വന്തം കഴിവുകൊണ്ട് ഈ രാജാവിനോട് എതിർക്കാൻ കഴിയുകയില്ല എന്നവർക്കറിയാം. പിന്നെന്താ മാർഗം? വിളിച്ചപേക്ഷിക്കുക. കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത് തുണയായിരിക്കാണ് വിളിച്ചപേക്ഷിക്കുക. വേദന വരുമ്പോൾ ഒറ്റ പരിഹാരമേ ഉള്ളൂ, അവൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെല്ലുക. ഇസ്രായേൽ ജനത്തിന് ഏറ്റവും വിശ്വസ്തനായ ഒരു പ്രവാചകനെ കിട്ടി. ദാൻ മുതൽ ബേഥേൽ വരെ അറിയപ്പെട്ട പ്രശസ്ത പ്രവാചകനായി 2 രാജാക്കന്മാരെ, ശൗൽ രാജാവിനെയും ദാവീദ് രാജാവിനെയും അഭിഷേകം ചെയ്ത ശമൂവേൽ പ്രവാചകനെ കിട്ടാൻ എന്താ കാരണം? അവനെ അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. ഹന്ന മനോവ്യസനമുള്ളൊരു സ്ത്രീ ദൈവാലയത്തിൽ വന്നിരുന്ന് അവൾ വിതുമ്പി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതൻ വിചാരിച്ചു ഇവൾ വീഞ്ഞു കുടിച്ചിരിക്കുകയാണ്. അയാൾ ചെന്ന് പറഞ്ഞു, നിന്റെ ലഹരി ഇറങ്ങട്ടെ. അപ്പൊ അവള് പറഞ്ഞു, യജമാനെ അങ്ങനത്തെ ഒരു സ്ത്രീയല്ല ഞാൻ, മനോവ്യസനമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ ഹൃദയം ഞാൻ ദൈവത്തോട് പകരുകയാണ്. എന്താ മനോവ്യസനം? അവൾക്ക് മക്കളില്ല. അവളുടെ ഭർത്താവ് പറഞ്ഞു, ഹന്നായെ, നിനക്ക് 10 പുത്രന്മാരെക്കാൾ ഞാൻ മതിയായവനല്ലേ? അല്ലെന്ന് അവൾ പറഞ്ഞില്ല. 10 പുത്രന്മാരെക്കാൾ മതിയായവനാണ് ഭർത്താവ്. പക്ഷേ ഇവള് പ്രാർത്ഥിക്കുക ഒരു പുത്രന് വേണ്ടി. എന്താ കാരണം? ആ വീട്ടിൽ ഒരു പ്രതിയോഗിയുണ്ട്. പെനിന്ന എന്ന പേരുള്ള ഒരു സ്ത്രീ ഇവളെ എപ്പോഴും കുത്തുവാക്ക് പറഞ്ഞ് നിന്ദിച്ച് അധിക്ഷേപിച്ച് അവളുടെ ഹൃദയത്തെ തകർത്തിരിക്കുക.
പെനിന്നയുടെ മുമ്പിൽ തൊട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു മറുപടി വേണം. തേണ്ട ഞാൻ പ്രാർത്ഥിച്ച് ദൈവം തന്നതാണ്. ഈ ബാലകന് തൊട്ട് കാണിക്കാൻ കഴിയുന്ന ഒരു മറുപടി വേണം. നിനക്ക് വിരോധമായി നിന്നെ കുറ്റപ്പെടുത്തുന്ന പെനിന്നമാരുണ്ടെങ്കിൽ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ നിനക്ക് തൊട്ട് കാണിക്കാൻ കഴിയുന്ന ഒരു മറുപടി ദൈവം നിനക്ക് തരും. അതിനാണ് അവൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് ശമൂവേലിനെ കിട്ടിയത്. അപ്പോൾ ശമൂവേലിനെ കിട്ടാൻ കാരണം എന്താ? ഹന്ന പ്രാർത്ഥിച്ചുകൊണ്ട്. ഹന്ന പ്രാർത്ഥിക്കാൻ കാരണം എന്താ? പെനിന്ന അവളെ നിന്ദിച്ചത് കൊണ്ട്. അപ്പോൾ ശമൂവേലിനെ കിട്ടാൻ കാരണം എന്താ? പെനിന്ന നിന്ദിച്ചത് കൊണ്ട്. പെനിന്ന ദോഷമായിട്ട് ചെയ്തു, ദൈവവും നന്മയ്ക്കാക്കി മാറ്റി. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പെനിന്നമാരെ തരുന്നുണ്ടെങ്കിൽ ഓർത്തോ, അതിനൊരു മറുപടി വരാൻ പോകുന്നു, അതിനൊരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു, അതിനിപ്പുറത്ത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതി നടക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഒരു പ്ലോട്ടിൽ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് വന്ന് അവിടെ പണി നടക്കുക. ബുൾഡോസർ വന്ന് ഇടിച്ച് കരുത്തുന്നു, JCB വന്ന് മാന്തി മറിക്കുന്നു, വലിയ എക്യുപ്മെൻറ്റ്സ് വന്ന് പണി നടത്തുകയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചാൽ എന്താ ഇവിടെ പണിയാൻ പോകുന്നത്? ഇവിടെ എന്താ പണിയാൻ പോകുന്നത്? ഒരുത്തം പറഞ്ഞ് ഇവിടെ ഒരു കോഴിക്കോട് പണിയാനാണ്. കോഴിക്കോട് പണിയാനായിട്ട് ബുൾഡോസറൊന്നും വരത്തില്ല. കോഴിക്കോട് പണിയാൻ ഇത്ര ഹെവി എക്യുപ്മെൻറ്റ്സ് വന്ന് ഇവിടെ ഇളക്കി മറിക്കത്തില്ല. ഇത് അനേകം നിലകളുള്ള വലിയൊരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന് വേണ്ടിയാണ് ഈ പണി. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബുൾഡോസർ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, JCB മാന്തി മറിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പു തരാം, സ്വർഗത്തിന്റെ വലിയ പണിക്ക് വേണ്ടി ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ദൈവം നിന്റെ ജീവിതത്തെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. സഭാ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കാരണം പീഡനമാണ്. സഭയ്ക്ക് പീഡനമുണ്ടാകും, അനുകൂലകാലം ഉണ്ടാകും, പ്രതികൂലമുണ്ടാകും. അതിനിടയിൽ കൂടെ സഭ കടന്നു പോകുന്നത്. പീഡനമില്ലാത്ത ഒരു കാലവും സഭയ്ക്കുണ്ടായിട്ടില്ല, അനുകൂലമില്ലാത്തൊരു കാലവും സഭയ്ക്കുണ്ടായിട്ടില്ല. കടലിൽ തിരയടിക്കുന്ന പോലെയാണ്, പൊങ്ങുകയും താഴുകയും ചെയ്യും. എപ്പോഴെങ്കിലും പീഡനം ഉണ്ടാകുമ്പോൾ ഓർത്തോണം, ദൈവം തന്നെ ജനത്തോട് ആവശ്യപ്പെടുകയാണ്, മുട്ടുമടക്കുക, എൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുവീൻ, ദൈവത്തെ അന്വേഷിപ്പാൻ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് എപ്പോഴാണ്? സുഖമുള്ളപ്പോഴാണോ? കഷ്ടം അനുഭവിച്ചപ്പോഴാണോ? എപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കണ്ണുനീര് വന്നത്? എപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ തൊണ്ടയിടറിയത്? എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ ഉപവാസം എടുത്തത്? എപ്പോഴാണ് നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുത്തത്? സുഖകാലത്തല്ല, ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിലാണ് നീ അവനെ രുചിച്ചറിഞ്ഞത്. സെമിനാരിൽ പോയി ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയും. ഗ്രീക്ക് ഭാഷയിലുള്ള വാക്കുകൾ പഠിക്കാം, എബ്രായ ഭാഷയിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ പഠിക്കാം, സുറിയാനിയിൽ ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളെല്ലാം പഠിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ രുചി അറിയണമെങ്കിൽ കഷ്ടതയുടെ പാഠശാലയിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കഷ്ടതയുടെ പാഠശാലയിലാണ് അവനെ രുചിച്ചറിയുന്നത്. സ്തോത്രം. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ ദൈവം അയച്ചു. ദൈവമക്കളെ, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ആയിരക്കണക്കിന് പരിപാലകർ നിനക്കുണ്ട്, മറന്നു പോകരുത്. റിബേക്ക അറിഞ്ഞപ്പോൾ യാക്കോബിനോട് പറഞ്ഞു, ഓടിക്കോ, നിന്റെ മകൻ ദോഷമാണ് വിചാരിച്ച് ഓടി രക്ഷപ്പെട്ടു. ആരാണ് ഏശാവ്? വേട്ടയിൽ സമർത്ഥനാണ്. ഓടിപ്പോകുന്ന മൃഗങ്ങളെ ദൂരത്തുനിന്ന് അമ്പെയ്ത് കറക്റ്റ് കണക്ക് കൂട്ടി മൃഗങ്ങളുടെ മേലെ അമ്പ് കൊള്ളിച്ച് അതിനെ പിടിക്കാൻ കഴിയുന്ന വേട്ടയിൽ സമർത്ഥനായവൻ. അവൻ നിനക്കെതിരാളിയായി തീർന്നിരിക്കുക. രക്ഷപ്പെടാൻ മാർഗത്തിൽ ഓടിക്കുക, ഭയപ്പെട്ട് ഓടുക. ആരാ? സാധുശീലനും കൂടാരവാസിയുമായ യാക്കോബ് പേടിച്ചോടുകയാ. അങ്ങ് ദൂരേക്ക് ഓടുക, ഒറ്റയ്ക്ക് ഓടുക, തനിയെ ഓടുക. പകൽ മുഴുവൻ ഓടി സന്ധ്യയായി, രാത്രിയായി, ഇരുട്ടായപ്പോൾ അവനെ വിജനമായ സ്ഥലത്ത് ഒരു കല്ലെടുത്ത് തലേണയാക്കി വെച്ച് അവിടെ കിടക്കുമ്പോൾ അവൻ ഒരു സ്വപ്നം കണ്ടു, ഒരു ദർശനം കണ്ടു. ഒരു കോവേട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു നിൽക്കുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അവൻ കണ്ടു. എപ്പോഴാണോ നിന്റെ തലയണ കല്ലായി മാറുന്നത്, കരഞ്ഞ് തലയണ കല്ലായി മാറും. ഉറങ്ങാൻ കഴിയാതെ തലയണയിൽ തല അങ്ങോട്ടും ഇങ്ങോട്ടും
തിരിച്ച് കിടക്കുന്ന കല്ലായി മാറുന്ന രാത്രിയിൽ സ്വർഗം തുറക്കും. അതാണ് സ്വർഗം തുറക്കുന്നത്. സ്വർഗം തുറന്നപ്പോൾ അവൻ കണ്ട ഒരു കോവേണി സ്വർഗത്തിൽ നിന്ന് വന്ന് നിൽക്കുകയാണ്. ആ കോവേണിയിൽ ദൈവത്തിന്റെ ദൂതന്മാർ, ബാക്കി പറഞ്ഞേ, ദൈവത്തിന്റെ ദൂതന്മാർ കയറുക. സ്വർഗത്തിൽ നിന്ന് കോവേണി ഇറങ്ങപ്പോൾ മേളിൽ താഴോട്ട് ഇറങ്ങുകയല്ലേ വേണ്ടത്. അവിടെ പറയുന്ന കയറുക. അപ്പോൾ കയറിയ ദൂതന്മാരേതാ? അവൻ്റെ അമ്മ അവനെ പറഞ്ഞു വിട്ടപ്പോൾ അവൻ ഓടിയ സമയത്തെല്ലാം കൂടെ ഓടിയ ദൂതന്മാരായവർ. ഇവൻ അറിഞ്ഞില്ല ദൂതന്മാർ കൂടെ ഉണ്ടെന്ന്. ദൈവം തിരഞ്ഞെടുത്തവനാണ് യാക്കോബ്. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഇളയവനെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. അവൻ്റെ ആപത്ത് വേളയിൽ അവൻ അറിഞ്ഞില്ലെങ്കിലോ ദൂതന്മാർ അവൻ അകമ്പടിയാണ്. അവൻ വന്ന് കിടക്കുമ്പോൾ ഇറങ്ങി വരികയല്ല. അപ്പോൾ ദൂതന്മാർ കയറി, പിന്നെ ദൂതന്മാർ ഇറങ്ങി വന്നു. കയറുകയും ഇറങ്ങുകയും ചെയ്യാം. നിന്റെ സമയത്തും ദൈവത്തിന് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി നീ മനസ്സിൽ ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ ഇരുന്ന് അകത്തെ കണ്ണ് തുറന്ന് കാണുന്നെങ്കിൽ ആയിരക്കണക്കിന് സെറാഫുകൾ ഇവിടെ ചിറകടിച്ച് നിൽപ്പുണ്ട്. ആയിരക്കണക്കിന് ദൈവദൂതന്മാർ നിനക്ക് കാവലുണ്ട്. പല ആക്സിഡന്റ് നിന്റെ ജീവിതത്തിൽ തൊട്ടുരുമി വന്നെങ്കിലോ ദൈവദൂതന്മാർ പിടിച്ച് തള്ളി മാറ്റിയതാ, നീ അറിഞ്ഞില്ല. ആ വാഹനങ്ങളെ ദൈവത്തിൻ്റെ ദൂതന്മാർ പിടിച്ച് തള്ളി മാറ്റി. അതുകൊണ്ടാണ് നിനക്ക് വിടുതലുണ്ടായത്. ദൈവത്തിന്റെ സൈന്യം ദൈവജനത്തിന് കാവലാണ്. മറ്റൊരു കൂട്ടം ആളുകൾക്കോ ഈ കാവലില്ല. മറ്റൊരു കൂട്ടം ആളുകൾക്കോ ഇങ്ങനെ സുരക്ഷിത സേനയില്ല. ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കാവൽ നിൽക്കുന്ന ദൈവജനത്തിന് മാത്രമാണ്. അസാധാരണ സന്ദർഭങ്ങളിൽ ദൂതന്മാരെ കാണാൻ നമുക്ക് കഴിയും. ദൂതന്മാരുടെ നേരിട്ടുള്ള ഇടപെടലുണ്ടാകും. ഹൈ സെക്യൂരിറ്റി പ്രിസന്റെ ഉൾമുറിയിൽ 16 പട്ടാളക്കാർ അവനെ ഗാർഡ് ചെയ്ത് നിൽക്കുമ്പോൾ അകത്ത് കയറി ചെല്ലാൻ ഒരു മനുഷ്യനും കഴിയാത്തപ്പോൾ ദൂതനെ അയച്ചു ദൈവം. മനുഷ്യർ കഴിയാതെ വരുന്നിടത്ത് ദൈവം ദൂതനെ അയക്കും. നിന്റെ ഫയൽ നീങ്ങുന്നില്ലെന്ന് നീ പരിഭവം പറയണ്ട. നിന്റെ ഫയൽ നീക്കാൻ സ്വർഗത്തിൽ ദൂതനെ അയക്കാൻ ദൈവത്തിന് കഴിയും. അതേ ദൈവത്തിൻ്റെ ദൂതൻ അർദ്ധരാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. ശീമോൻ പത്രോസേ, നിനക്കെങ്ങനെയാണ് ഇടത്തും വലത്തും പട്ടാളക്കാര് നിന്റെ കൈയോട് ചേർത്ത് ചങ്ങലയിട്ട് കിടക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നത്? അവൻ പറയും, എൻ്റെ കർത്താവിനോട് പറഞ്ഞ വയസ്സനായിട്ട് ജാഗത്തുള്ളെന്ന്. ഞാൻ വരുന്നതിനാ പേടിക്കുന്നത്. ഞാനിപ്പോൾ മരിക്കത്തില്ല. യേശു ഉറപ്പ് വന്നിട്ടുണ്ട്, വയസ്സനായ ശേഷമേ മരിക്കത്തുള്ളെന്ന്. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് നിൻ്റെ അകത്ത് കോൺഫിഡൻസ് തരുന്നത്. ദൈവത്തിൻ്റെ ദൂതാണ് നീ മുറുകെ പിടിക്കേണ്ടത്. പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ, എതിരായിട്ടുള്ള പ്രവൃത്തികൾ വരുമ്പോൾ, നിനക്ക് വിരോധമായി ശക്തികൾ കൂട്ടം കൂടുമ്പോൾ, നിനക്ക് വിരോധമായി ഗൂഢാലോചനകൾ നടത്തുമ്പോൾ ആ ശത്രുക്കളെ ചതറിക്കുന്നവനാണ് ദൈവം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂത് കേട്ടുകൊള്ളുക. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കയില്ല. ഗൂഢാലോചന ചെയ്യുവാൻ കൂട്ടം കൂടിയെന്ന് വരും ദുഷ്ട മനുഷ്യർ. പക്ഷെ അതേ നാൾ ഒന്നിച്ചു നിൽക്കാൻ അവർക്ക് കഴിയത്തില്ല. അവർ തമ്മിൽ അടിച്ച് പിരിയും. ദൈവത്തിൻ്റെ ദൂതം വന്ന് ഉറങ്ങിക്കിടന്ന പത്രോസിൻ്റെ മാർപിടത്തിൽ തട്ടി ഉണർത്തി. പത്രോസ് എഴുന്നേറ്റ് കാലിൽ ചെരുപ്പിട്ട് അരമുറുക്ക് നിന്നെ കൊണ്ട് പോവുകയാണ്. കയ്യിലെ ചങ്ങല അടിഞ്ഞു പോയി. ഒരു ദർശനം കാണുകയാണെന്ന് ആ പത്രോസ് വിചാരിച്ചത്. ദർശനം കാണുക, ഒരു സ്വപ്നം, നല്ല സ്വപ്നം, ഇവിടെ രക്ഷപ്പെടുന്ന ഒരു സ്വപ്നം എന്ന് വിചാരിച്ച് കാലിൽ ചെരുപ്പ് ഇട്ട് അരയും മുറുക്കി ദൂതൻ കയ്യെ പിടിച്ച് കൊണ്ടുവന്നു. ഒന്നാമത്തെ കാവൽക്കൽ വന്നു. കാവൽക്കാർ ഉറക്കുക. രണ്ടാമത്തെ വാതിക്കൽ വന്നു, അവിടെയും കാവൽക്കാർ ഉറക്കുക. മൂന്നാമത്തെ വാതിൽ പട്ടണത്തിലേക്ക് തുറക്കുന്ന ഇരുമ്പ് വാതിലാണ്. അത് തുറക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷെ അവിടെ വന്നപ്പോൾ താനേ തുറന്നു. ഈ കാലത്തുണ്ടല്ലോ ഓട്ടോമാറ്റിക് ഡോറ്, നമ്മൾ ചെന്നാൽ തന്നെ തുറക്കുന്ന ഡോറ്. പത്രോസിൻ്റെ അടുത്ത് സ്വർഗത്തിൽ ചെന്ന് പറയുക, ഞങ്ങളുടെ അവിടുത്തെ ഒരു ഹോട്ടലുണ്ട്, അവിടെ നടത്തി തന്നെ തുറക്കുമെന്ന് പറയും. പത്രോസ് ചിരിക്കും. അതിപ്പോഴല്ലേ നിങ്ങൾ കണ്ടത്? അന്ന് ഞാൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നപ്പോൾ ഇരുമ്പ് വാതിൽ താനേ തുറന്നു. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം.
അസാധാരണമായ വഴികളിലൂടെ ദൈവം നിന്നെ നടത്താൻ പോകുകയാണ്. ഇതുവരെ കണ്ടുപരിച്ച മാർഗങ്ങളിലൂടെയാണ് നീ നടക്കുന്നതെങ്കിൽ നിന്റെ സ്ഥിതി മാറ്റാൻ എൻ്റെ കർത്താവിന് ഒറ്റ വാക്ക് മതി. ഒറ്റ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഒറ്റ വാക്കുകൊണ്ട് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കോടി കോടി നക്ഷത്രമണ്ഡലങ്ങളെ ഉളവാക്കിയവൻ നിനക്ക് വേണ്ടി അവൻ്റെ സമൂഹത്തുനിന്ന് ഒരു വാക്ക് എന്ന് പുറപ്പെടുവിച്ചാൽ നിന്റെ സ്ഥിതിക്ക് ഭേദം വരാൻ പോകുകയാണ്. പട്ടണത്തിലേക്ക് തുറക്കുന്ന ആ ഇരുമ്പ് വാതിൽക്കൽ കൂടെ വെളിയിൽ വന്നു. ഒരു തെരുവ് കടന്നപ്പോൾ ദൂതൻ അങ്ങ് പോയി. ദൂതൻ മറഞ്ഞു, പോയതല്ല, കാഴ്ചയ്ക്ക് മറഞ്ഞു. ഇനിയും കണ്ടുപിടിക്കണം ദൈവങ്ങളിരിക്കുന്ന വീട്. അത് പല റോഡിൽ കൂടെ ഒക്കെ നടന്നു പോകണം. ജയിലിൽ നിന്ന് ചാടി വന്നിരിക്കുക, പുറകെ പട്ടാളക്കാർ വരുമോയെന്നറിയത്തില്ല. ഒടുവിൽ മർക്കോസിൻ്റെ മാളിമുറിയുടെ വെളിയിലുള്ള പടിപ്പരയുടെ വാതുക്കൽ ചെന്ന് കൊട്ടി. പടിപ്പരയുടെ വാതുക്കൽ അകത്തെ 2 വാതിൽ തുറന്ന ദൂതൻ, പുറത്തേക്കുള്ള ഇരുമ്പ് വാതിൽ താനെ തുറന്ന ദൂതൻ. ഈ വാതിലൂടെ തുറന്നേച്ച് പോകാൻ വയ്യായിരുന്നോ? നിനക്ക് തനിയെ മുട്ടി വിളിച്ച് തുറക്കാൻ കഴിയുന്ന ഒരു വാതിലും ദൂതൻ തുറന്നു തരത്തില്ല. ദൈവം അസാധ്യമായ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യും. എന്നാൽ സാധ്യമായ കാര്യങ്ങൾ നീ തന്നെ ചെയ്യണം. ഡു ദ പോസിബിൾ ആൻഡ് ഗോഡ് വിൽ ഡു ദ ഇംപോസിബിൾ. മടിയന്മാരെ സഹായിക്കാനിരിക്കുന്നവനല്ല ദൈവം. നിനക്ക് ചെയ്യാൻ കഴിയുന്ന നീ ചെയ്യുമ്പോൾ നിനക്ക് ചെയ്യാൻ അസാധ്യമായി ദൈവം ചെയ്യും. ഒരാളെ ഹൃദയത്തിൽ വീണ്ടും ജന്മം നടത്താൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. പക്ഷേ വചനം പറയാൻ നമുക്ക് കഴിയും. വചനം പറയുമ്പോൾ ദൈവം വീണ്ടും ജന്മം നടത്തും. മുട്ടുവിന് നാൾ തുറക്കപ്പെടും. നിനക്ക് വേണ്ടി ഒരു വാതിലുണ്ട്, പക്ഷേ മുട്ടിക്കൊണ്ട് നടക്കണം. തുറന്നിടുമ്പോൾ ഇറങ്ങാമെന്നും പറഞ്ഞ് മടി പിടിച്ചിരിക്കരുത്. നീ ചെയ്യാനുള്ള കാര്യങ്ങൾക്കൊന്നും അലസത വരുത്തരുത്. പരീക്ഷ എഴുതിയിട്ട് കുഞ്ഞുങ്ങൾ വന്ന് പറയും, പ്രാർത്ഥിക്കണം പാസ്റ്ററെ, പ്രാർത്ഥിക്കണം. എങ്ങനെയുണ്ട് പരീക്ഷയൊക്കെ? വലിയ പ്രയാസമായിരുന്നാലും പ്രാർത്ഥിക്കണം. പഠിച്ചായിരുന്നോ? ഇല്ല, അന്നധികം പഠിച്ചില്ല. പരീക്ഷ എഴുതുമ്പോൾ എങ്ങനെ അവനെ ജയിക്കുന്ന? പ്രാർത്ഥിച്ച് ജയിക്കാനിരിക്കുക. പഠിച്ച് പരീക്ഷ എഴുതാത്തവനെ ജയിപ്പിക്കാനിരിക്കുകയാണോ ദൈവം? എന്നാൽ പഠിച്ചിട്ട് എഴുതിയാലും തോറ്റുപോകും. അതിന് കാരണം ഈ മാർക്ക് കൂട്ടുന്നിടത്തൊക്കെ തെറ്റ് വരുത്തും. അറിയാതെ തെറ്റ് വരും ടീച്ചേഴ്സിന്. അപ്പോൾ അതുണ്ടാകാതെ ദൈവത്തിൻ്റെ കാവലും കരുതലും കൊടുത്ത് ജയം നൽകാനായിട്ട് പ്രാർത്ഥിക്കണം. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഡു ദ പോസിബിൾ, then God will do the impossible. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരും. വിശ്വാസം എപ്പോഴും അകത്തു നിന്നുള്ള വലിയ എക്സ്പെക്റ്റേഷനാണ്. നമ്മുടെ സാധാരണ വിചാരങ്ങളെക്കാളും വലിയ പ്രതീക്ഷ ഉണ്ടാകണം. കാരണം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷയേക്കാൾ വലുതാണ്. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവകൃപയിൽ ഓരോ ദിവസവും ജീവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന നിന്നോട് പിശാച് ചെയ്യുന്നൊരു തന്ത്രമുണ്ട്. അകാരണമായിട്ട് നിന്നെ കുറ്റപ്പെടുത്തും. നിന്റെ അകത്ത് തെറ്റായ ധാരണ നിന്നെക്കുറിച്ച് കൊണ്ടുതരും. നിനക്കൊന്നും നടക്കാൻ പോകുന്നില്ല, നിനക്ക് അത്ഭുതവും നടക്കത്തില്ല, നിനക്ക് വലിയ കാര്യങ്ങൾ നടക്കത്തില്ല, അത് അവർക്കൊക്കെ നടക്കും. നിൻ്റെ ഭാഗത്ത് ആ കുറ്റമുണ്ട്, ഈ കുറ്റമുണ്ട്, ഈ തെറ്റുണ്ട് എന്ന് പറഞ്ഞ് തെറ്റായിട്ടുള്ള കുറ്റബോധം തന്ന് കോൺഫിഡൻസ് ഇല്ലാതാക്കി വിശ്വാസം കുറച്ച് കളയും. ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം ഓർത്തു കൊള്ളുക, നീ നിന്നെക്കുറിച്ച് വിചാരിക്കുന്നതിനേക്കാൾ ഉത്തമയാ നീ നിന്നെക്കുറിച്ച് കരുതുന്നതിനേക്കാൾ ദൈവസന്നിധി നീ നല്ലവനാ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ദുഷ്ട പിശാച് തെറ്റായ കണ്ണാടി നിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ച വികൃതമായ രൂപം നിന്നെക്കുറിച്ച് കാണിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഓർത്തോൾക്ക, ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള നിരൂപണം നിന്റെ തിന്മയ്ക്കുള്ള നിരൂപണമല്ല, നിന്റെ നന്മയ്ക്കുള്ള നിരൂപണം അത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, നിന്റെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ നിനക്ക് നിന്നെക്കുറിച്ചുള്ള വിചാരങ്ങളെക്കാൾ ഉന്നതമാണ്. നീ നിനക്ക് വേണ്ടി കണ്ടുവച്ച വഴികളെക്കാൾ ഉന്നതമായ വഴികളാണ് ദൈവം നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത്. മുട്ടി വിളിക്കേണ്ടത് മുട്ടി വിളിക്കണം.
പത്രോസെ മുട്ടി വിളിച്ചു. രോദ എന്ന പേരുള്ള അവിടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾ വന്ന് ആരാ കഥവർക്ക് ഞാനാ ശിവൻ പത്രോസ. ഇവള് കഥ തുറന്നില്ല, എക്സൈറ്റഡ് ആയിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ പത്രോസിനെ രക്ഷിക്കാൻ. എന്നാൽ ഇങ്ങനെ ഒരു രക്ഷ പ്രതീക്ഷിച്ചില്ല. ദൂതം പിടിച്ചുകൊണ്ട് വരുമെന്ന് വിചാരിച്ചില്ല. അതുകൊണ്ട് അവൾ എക്സൈറ്റഡായി ഓടിച്ചെന്ന് പ്രാർത്ഥനക്കാരനോട് പറഞ്ഞു, താണ്ട് പത്രോസ് വാതിൽക്കൽ മുട്ടുന്നു. അവരോട് നീ ഭ്രാന്ത് പറയുക, പത്രോസ് അകത്ത് ഉൾമുറി കിടക്കുന്നവരോ. നീ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്താ ദൈവത്തിൻ്റെ മറുപടി. നീ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താ ദൈവത്തിൻ്റെ മറക്കൽ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുക. റെസ്ട്രിക്റ്റഡ് ഇമാജിനേഷൻ പാടില്ല. ഇത്രേ ദൈവം ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തെ പരിമിതപ്പെടുത്തരുത്. അൺറെസ്ട്രിക്റ്റഡ് ഇമാജിനേഷൻ, നിന്റെ സ്വാഭാവികമായ വിചാരങ്ങളെക്കാൾ ഉന്നതമായ ഇമാജിനേഷൻ നിനക്കുണ്ടാകണം. എത്രമാത്രം വിശ്വാസത്താൽ നിന്റെ അകത്ത് നിനക്ക് കാണാൻ പറ്റുന്നോ അത്രമാത്രം ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അവർക്ക് വലിയ സന്തോഷമായി. അകത്തേക്ക് കയറി ചെന്നപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി തൊട്ട് മുമ്പിൽ വന്നിരിക്കുന്നു. ഒരു സഭ ഒരു ദേശത്ത്, ഒരു പട്ടണത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. ലാസർ മരിച്ച് 4 നാളായി നാറ്റം പിടിച്ച് കിടക്കുമ്പോൾ യേശു മാർത്തയോട് പറഞ്ഞു, മാർത്തേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്ന മാർത്ത, യേശു പറഞ്ഞു, മതി, നീ ആയാലും മതി. വിശ്വസിച്ചുകൊണ്ട് നിൽക്കാമോ? ഒന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കാമോ? കല്ലറയ്ക്കകത്ത് അത്ഭുതം നടക്കാൻ പോകുകയാണ്. നീ ഈ പട്ടണത്തിൽ, തിരുവനന്തപുരം സിറ്റിയിൽ നീ വിശ്വസിച്ച് നിന്നാൽ നിൻ്റെ വിശ്വാസത്തെ മാനിച്ച് ദൈവത്തിൻ്റെ അത്ഭുതം ഇവിടെ നടക്കും. ഒരു സഭയിൽ ഒരു കുടുംബം ഞങ്ങൾ വിശ്വസിച്ച് നിൽക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നിന്നാൽ ആ സഭയിൽ ആത്മീയ ഉണർവ് ദൈവം അയക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, ദൈവത്തിൻ്റെ ബലത്തിനും വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കാൻ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്നും നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി അൺലിമിറ്റഡ് ആണ്. ഇലക്ട്രിസിറ്റി തകരാറ് വരുന്ന സ്ഥലത്തെ വീടുകളിലും ഒക്കെ ജനറേറ്റർ വാങ്ങിച്ചു വെക്കും. ജനറേറ്റർ വീട്ടിലൊക്കെ എത്ര ജനറേറ്റർ വേണം? 500 വാട്ട്സിൻ്റെ ആയാലും മതി. അല്ല, അവിടെ ഫ്രിഡ്ജും ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ശരി, 1 kV എടുക്കുക. 1 kV പോരാ, 2 kV വേണം. ശരി, 2 kV എടുക്കുക. ഒരുപാട് പ്രവർത്തനം നടക്കുക, ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ എത്ര kV വേണം? 10 kV എടുക്കുക. ജനറേറ്ററിൻ്റെ പവറിൻ്റെ അളവായി 10 kV എന്ന് പറയുന്നത്. പവർ വിഷൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിരിക്കുന്ന 50 kVയുടെ ജനറേറ്ററാണ്. നിൻ്റെ അകത്തിരിക്കുന്നതോ? നിൻ്റെ അകത്തിരിക്കുന്ന എത്ര kVയുടെയാ? അൺലിമിറ്റഡ് പവർ, അൺലിമിറ്റഡ് പവർ. ദൈവത്തിൻ്റെ ബലത്തിന് വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ 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 വലിപ്പം. ഒരംശം പോലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഒരംശം പോലും ഉപയോഗിച്ചിട്ടില്ല. ശക്തിയില്ലെന്ന് വിചാരിച്ചു പോവുക. എന്ത് നീടുണ്ടോ ആ നീഡിനെ മീറ്റ് ചെയ്യാനുള്ള ശക്തി, അതിൽ കൂടുതൽ ശക്തി നിൻ്റെ അകത്ത് വെച്ചിരിക്കുക. എന്താണ് ആവശ്യം? അതിനപ്പുറത്ത് പ്രവർത്തിക്കാൻ ശക്തി വെച്ചിരിക്കുക. നീ രോഗിയാണോ? സൗഖ്യമാക്കുന്ന ശക്തി നിൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. ഉഴവ് ചാലുകൾ അവൻ്റെ മുതുകിൽ കീറി. സങ്കീർത്തനക്കാർ എഴുതി, ഉഴവുകാർ അവൻ്റെ മുതുകിൽ ഉഴുതു. ഉഴവ് ചാലുകൾ നീളത്തിൽ കീറി. യേശുവിനുണ്ടായ പീഡനത്തെക്കുറിച്ച് പ്രവചിച്ചിരിക്കുക. റോമൻ ചാട്ടവാറ് കുതിരയുടെ തോല് വെയിലത്തിട്ടുണങ്ങി ചെറിയ നാരുകളായി കീറിയെടുത്ത് അതിൻ്റെ അറ്റങ്ങൾ ഇരുമ്പ് ചൂണ്ടകൾ, ഇരുമ്പ് കൊളുത്തുകൾ കെട്ടിയിട്ട്
പടയാളി വീശിയടിച്ചപ്പോൾ അനേകമായ തോൽവാറുകൾ യേശുവിൻ്റെ നഗ്നമായ പുറത്ത് ചുറ്റിപ്പിടിച്ച അതിൻ്റെ അറ്റമുള്ള ഇരുമ്പ് ചൂണ്ടുകൾ, ഇരുമ്പ് കൊളുത്തുകൾ അവൻ്റെ മാംസത്തിൽ ആഴ്ന്നിറങ്ങി പടയാളി ആ ചാട്ട് വലിച്ചെടുക്കുമ്പോൾ അത്രയും സ്ഥലത്തെ മാംസം കീറിപ്പോരും. നെടുകയും കുറുകയും അവൻ്റെ പുറത്തടിച്ചു. മാംസം കീറി പറഞ്ഞ് അവൻ്റെ പുറത്ത് ഉഴവ് ചാലുകൾ പോലെ കീറി. ആ മുറിവിനകത്ത്, ആ മുറിവിന് വേദപുസ്തകം പറയുന്നൊരു പേരുണ്ട്, അടിപ്പിണർ. ആ അടിപ്പിണറിനകത്ത് നിന്റെ രോഗശാന്തി ദൈവം വെച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആത്മാവിൻ്റെ സൗഖ്യം, മനസ്സിൻ്റെ സൗഖ്യം, ശരീരത്തിൻ്റെ സൗഖ്യം. എവിടെയെല്ലാം മുറിവേറ്റോ അവിടെയെല്ലാം വിടുതൽ, എവിടെയെല്ലാം താഴ്ചയുണ്ടായി അവിടെയെല്ലാം ഉയർച്ച, എവിടെയെല്ലാം ബന്ധനമുണ്ടായി അവിടെയെല്ലാം വിടുതൽ നൽകുന്ന അവൻ്റെ അടിപ്പിണരുകൾക്കകത്തെ സൗഖ്യം അവൻ മുറിവേറ്റതുകൊണ്ട് നിനക്ക് വേണ്ടി സമ്പാദിച്ചതാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ കൃപ മനുഷ്യരീരത്തിൽ വ്യാപരിക്കുമ്പോൾ നിന്റെ ശരീരത്തിൽ നാടിഞരമ്പുകൾ, അസ്ഥിപഞ്ജരങ്ങൾ, മാംസപേശികളിൽ, ആന്തരിക അവയവങ്ങളിൽ പോരാടി നിൽക്കുന്ന സകല രോഗബന്ധനങ്ങളെയും തകർത്ത് അത്ഭുത രോഗശാന്തി നിനക്ക് തരുവാൻ അതിന് കഴിയും. ഇന്ന് രാത്രി പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഈ വചനത്തോടുകൂടെ രോഗശാന്തിയുടെ കൃപ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മ നിറവിൽ എവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുമോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനത്തോടുകൂടെ അത്ഭുത രോഗശാന്തിയുടെ കൃപ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്യന്ത ശക്തി, അൺലിമിറ്റഡ് പവർ, ദുഷ്ടൻ്റെ സകല തീ അമ്പുകളെയും, ദുഷ്ടൻ്റെ സകല തീ അമ്പുകളെ ബാക്കി പറഞ്ഞേ കെടുത്താൻ, കെടുത്തിക്കളയാൻ, തീ കെടുത്താൻ. ദുഷ്ടന് ഇതിവിടുന്ന പൈശാചിക ശക്തികൾ ദൂരെ മറഞ്ഞിരുന്നു കൊണ്ട് എഴുതുവിടുന്ന തീ അമ്പ അത് വന്ന് തറച്ചടത്ത് തീ പിടിപ്പിക്കാൻ വേണ്ടി അവൻ എഴുതുവിടുക. പക്ഷെ ദൈവം നിനക്ക് ഒരു ഫയർ എഞ്ചിൻ തന്നിട്ടുണ്ട്. ഒരു ഫയർ എഞ്ചിൻ. അത് തുരുമ്പിച്ച് പോകല്ലേ, അത് തുരുമ്പ് പിടിച്ച് കിടക്കരുത്. ആ ഫയർ എഞ്ചിന്റെ പേരാണ് വിശ്വാസം. വിശ്വാസം. എന്താ വിശ്വാസം? എന്റെ ദൈവം ജീവിക്കുന്നു. സകല ദേവന്മാരെക്കാളും എന്റെ ദൈവം വലിയവൻ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം മറുപടി തരും. ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവം ഉത്തരമരുളും. സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ എൻ്റെ തലയിലൊരു മുടി താഴെ വീഴത്തില്ല. എനിക്ക് വേണ്ടി സകലവും കരുതുന്നത് എൻ്റെ ദൈവമാണ്. ഞാനാണ് അവനോട് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് വിശ്വാസം. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. എൻ്റെ ദൈവം വലിയവനാണ്. ഈ വിശ്വാസമുണ്ടെങ്കിൽ ദുഷ്ടൻ്റെ തീ കെട്ടുപോകും. നിൻ്റെ അകത്ത് വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ ദുഷ്ടൻ്റെ തീക്ക് കഴിയത്തില്ല. ദുഷ്ടശക്തികൾ എത്ര തീ അമ്പെയ്ത് വിട്ടാലും നീ പേടിക്കണ്ട. വിശ്വാസത്തിന്റെ ഫയർ എഞ്ചിനുമായി നീ ചെല്ലണം. ഹല്ലേലൂയ. ഏറ്റവും വലിയ ശക്തി നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസന്റെ ശക്തിയാണ്. അതുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുന്നത്. അത്ഭുതം സംഭവിക്കുമോ? അത്ഭുതം സംഭവിക്കത്തില്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു അത്ഭുതം സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഒരു വിടുതൽ സ്വർഗത്ത് നിനക്ക് വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട്. വെറുതെ ഇവിടെ വിളിച്ചു വരുത്തിയതല്ല. ഇന്ന് രാത്രി ദൈവം ഇടപെടുവാൻ വിളിച്ചു വരുത്തിയതാണ്. ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതി അനുസരിച്ച് ദൈവം തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ചില വ്യക്തികളുള്ള ദൂതാണ് ഞാൻ പറയുന്നത്. മൊറിയാമലയുടെ കയറ്റം കയറുമ്പോൾ അബ്രഹാമിനോട് ഇസഹാക്കുണ്ട്. പോകുന്നത് എന്തിനാ? അഗ്നി പരിശോധനയ്ക്ക്. അതിൻ്റെ ഏകജാതനെ യാഗമർപ്പിക്കാൻ. ബാല്യക്കാരോട് പറഞ്ഞ് നിങ്ങൾ കഴുതകളുമായി ഇവിടെ ഇരിക്കണം, നിങ്ങൾ കയറി വരണ്ട. കയറി വന്നാൽ എൻ്റെ ആരാധന മുടങ്ങും. നിങ്ങൾ സമ്മതിക്കത്തില്ല മകനെ ബലിയർപ്പിക്കാൻ. നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഞാനും ബാലനും അത്രത്തോളം പോയിട്ട് ആരാധന കഴിച്ച് മടങ്ങി വരാം. അബ്രഹാമേ, എങ്ങനെ മടങ്ങി വരും? നീ ഒറ്റയ്ക്കല്ലേ മടങ്ങി വരാൻ പോകുന്നത്? അബ്രഹാം പറഞ്ഞു, ഇല്ല ഒറ്റയ്ക്കല്ല, ഞാനും ബാലനും കൂടെ മടങ്ങി വരും.
അഗ്നി പരിശോധനയ്ക്കല്ലേ പോകുന്നത്? അബ്രഹാം പറഞ്ഞ അല്ല, ആരാധനയ്ക്കാണ് പോകുന്നത്. അഗ്നി പരിശോധനയെ ആരാധനയാക്കി മാറ്റണം. ഏറ്റവും വലിയ കഷ്ടതയെ ആരാധനയാക്കി മാറ്റണം. ഫിലിപ്പിയിലെ കാരാഗത്തിൽ പൗലോസിനെ ശീലാസിനെ ആമത്തിലിട്ട് കയ്യിൽ ചങ്ങലയിട്ട് കിടന്നപ്പോൾ അർദ്ധരാത്രിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് അവർ ആരാധന വെളിപ്പെടുത്തി. ആരാധിച്ചപ്പോൾ ചങ്ങല തെറിച്ചുപോയി, ആമം തെറിച്ചുപോയി, കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നടയുവാനിടയായി. അവിടെ ഭൂകമ്പമുണ്ടായി. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിശോധനയെ ആരാധനയാക്കി മാറ്റണം. അഗ്നി പരിശോധനയെ ആരാധനയാക്കി മാറ്റണോ. ശരീരം മുഴുവൻ ക്ഷീണിച്ചിട്ട് അസുഖമായിട്ട് അനങ്ങാൻ വയ്യാതെ ആകെപ്പാട് ഈ തൊണ്ടക്കുഴി ചെറിയ അനക്കം മാത്രം ബാക്കിയുണ്ട്. അനക്കം കൊണ്ട് സ്തോത്രം പറയണം. അയ്യോ സ്തോത്രം പറഞ്ഞാൽ കണ്ണുനീര് വരും. കണ്ണുനീര് ഒഴുക്കിക്കൊണ്ട് സ്തോത്രം പറയണം. അയ്യോ സ്തോത്രം പറയാം, അയ്യോ കരഞ്ഞു പോകും, കരഞ്ഞുകൊണ്ട് സ്തോത്രം പറയണം. കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണിയാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. ഓ എത്ര നല്ല സങ്കീർത്തനമാണ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. എപ്പോഴാണ് ഇത് പറയുന്നത്? നല്ല സന്തോഷമായിട്ടിരിക്കുമ്പോൾ രാജാവായി കഴിഞ്ഞപ്പോൾ എല്ലാവരും അവനെ അംഗീകരിച്ചപ്പോൾ സ്തോത്രം എല്ലാ കാലത്തും ഞാൻ വാഴ്ത്തും. അല്ല, ശൗൽ രാജാവ് കൊല്ലുമെന്നറിഞ്ഞ് പേടിച്ച് ഓടി അന്യനാട്ടിൽ വിളിക്കാൻ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ കണ്ടുപിടിച്ചു ഗോലിയാത്തിനെ കൊന്ന ദാവീദ് വന്നിരിക്കുന്നു. പിടിച്ചു കെട്ടി ആ ശത്രു രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ദാവീദിന് മനസ്സിലായി രക്ഷപ്പെടാൻ ഇനിയൊരു മാർഗവുമില്ല. അവന് താടിയെ കൂടെ തുപ്പലൊലിപ്പിച്ചു, തലമുടി പിച്ചിപ്പറിച്ചു, ഒരു കരിയെടുത്ത് ആ കോട്ടയുടെ വാതുക്കൽ പടം വരച്ചുകൊണ്ട്. മൂലഭാഷ പഠിക്കുന്ന ഒരാൾ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അവന് അതിര് വരയ്ക്കുകയായിരുന്നു. ഇഷ്ടപിശാചി, നീ കൊണ്ടുവന്ന് എന്നെ ഈ കോട്ടയ്ക്കകത്തോണ്ട് ഈ രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്നെ ഒതുക്കാൻ നോക്കുകയാണോ? ഞാൻ അതിര് വരയ്ക്കുന്ന ഇതിൻ്റെ ഇപ്പുറത്തോട്ട് നീ കയറിപ്പോകരുത്. അതിര് വരയ്ക്കുകയായിരുന്നു. അപ്പോൾ ദാവീദ് തോന്നി ഇവൻ ഭ്രാന്തനാണ്. ദാവീദാണ് തുപ്പലൊലിപ്പിച്ചിരിക്കുമോ? ഇവൻ ഭ്രാന്തനാ. ദാവീദാണ് തലമുടി പിച്ചി പറിക്കുമോ? ദാവീദാണ് കരി കൊണ്ട് വരയ്ക്കുമോ? രാജാവ് ഇവിടെ ഭ്രാന്തന്മാർ കുറവായിട്ടാണ് വഴി കണ്ട ഒരു ഭ്രാന്തനെ കൂടെ കൊണ്ടുവന്നത്. ആട്ടി പുറത്താക്കാൻ പറഞ്ഞു. അവനെവിടെ നാട്ടി പുറത്താക്കി. അവന് രാജ്യമില്ല, അവന് വീടില്ല, അവന് കുടുംബമില്ല, അവന് ആശ്രയമില്ല. ശത്രുക്കളാണ് പുറകിൽ. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ദാവീദ് പാടിയ സങ്കീർത്തനമാണ് 34-ാം സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. എല്ലാം പോയാലും സ്തുതി പോകരുത്. എല്ലാം പോയാലും ആരാധന പോകരുത്. എല്ലാം പോയാലും ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടരുത്. എല്ലാം പോയാലും നീ അവനെ മഹത്വപ്പെടുത്ത്, നീ സ്തുതിക്ക്, നീ ആരാധിക്ക്, നീ നൃത്തം ചവിട്ട്. പോയതെല്ലാം തിരിച്ചു വരും, പോയതെല്ലാം മടക്കി വരും. ഹല്ലേലൂയ. ഇന്നത്തെ പ്രശ്നമാണ് നിന്നെ കൂടുതൽ സ്തുതിക്കാൻ കാരണമായി തീരുന്നു. അവിടെ ഇരുന്ന ആളുകൾക്ക് വലിയ സന്തോഷമായി. പത്രോസ് വന്നു. പ്രാർത്ഥനയുടെ മറുപടി കണ്ണിൻ്റെ മുമ്പിൽ. അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാണ്. ഈ 2017 അത്ഭുതം നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. 2017 നിന്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടും. 2017 നിന്റെ മുമ്പിൽ നിന്ന് ശത്രുക്കളെ ദൈവം തുടച്ചു മാറ്റും. 2017 ശത്രുക്കൾ നിന്റെ മുമ്പിൽ വീണു പോകും, അവർ ലജ്ജിച്ചു പോകും. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതം നിന്റെ ഭവനത്തിൽ ദൈവം വെളിപ്പെടുത്തും, നിന്റെ ശുശ്രൂഷയിൽ ദൈവം വെളിപ്പെടുത്തും. നീ ആൾ മാറിയവനായി തീരും. AD 41-ാം ആണ്ടിലാണ് അഗ്രിപ്പാവ് യഹൂദയുടെ ഭരണമേറ്റത്. AD 44-ാം ആണ്ടിലാണ് യാക്കോബിനെ കൊന്നത്, പത്രോസിനെയും കൊല്ലാൻ പിടിച്ച് അകത്തിട്ടത്. ഈ പട്ടാളക്കാർ കാവൽക്കാരൊത്തോണ്ട് ഇവനെ രക്ഷപ്പെടുത്തിയാന്ന് പറഞ്ഞ് ആ കാവൽക്കാരെ, നിരപരാധികളായ കാവൽക്കാരെ കൊന്നുകളഞ്ഞു. പത്രോസിനെ കിട്ടിയില്ലേലും കാവൽക്കാരെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. അഗ്രിപ്പാ രാജാവ്, ഹെരോദാവ് അഗ്രിപ്പാവ് യഹൂദയുടെ തൊട്ടടുത്ത് കിടക്കുക സോദോന്യരും സീദോന്യർ. അവർക്ക് രാജാവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇവനാണ് റേഷൻ കൊടുക്കുന്നത്, അവർക്ക് ആഹാരം കൊടുക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം കൂടെ വന്ന് വിളിച്ചു പറഞ്ഞു, അയ്യോ ഇത് മനുഷ്യന്റെ ശബ്ദമല്ല രാജാവേ, അങ്ങൊരു ദൈവം തന്നെയാ, ഇത് ദൈവത്തിന്റെ ശബ്ദമാ. ദൈവത്തെ പുകഴ്ത്താതെ ഇവനെ ദൈവമാക്കി.
അവനത് ആസ്വദിച്ചു. ഒരു കാര്യം ഓർത്തോണം, ആര് പുകഴ്ത്തിയാലും പൊങ്ങരുത്, ആര് താഴ്ത്തിയാലും പിണങ്ങരുത്. ഹല്ലേലൂയ. ആളുകൾ പുകഴ്ത്തി പറയുമ്പോൾ പൊങ്ങച്ചം കാണിക്കരുത്. മനുഷ്യൻ്റെ പുകഴ്ച എല്ലാം താൽക്കാലികമാണ്. ആര് താഴ്ത്തിയാലും പേടിക്കരുത്, വിഷമിക്കരുത്, അതെല്ലാം താൽക്കാലികമാണ്. ദൈവത്തിൻ്റെ കയ്യിൽ നീ താണിരുന്നാൽ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. ഈ പ്രപഞ്ച സൃഷ്ടാവായ മഹാദൈവം അവൻ്റെ കയ്യിൽ നിന്നെ ഉയർത്തിയാൽ നിന്നെ താഴ്ത്താൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആകാശത്തിൻ്റെ അളവെടുക്കുവാൻ ഒരു ശാസ്ത്രജ്ഞനും കഴിയത്തില്ല. അത്രയ്ക്ക് വിശാലമാണ് ഈ ആകാശം. ഭൂമിയിൽ നിന്ന് ദൂരേക്ക് അയച്ച വലിയ പവർഫുൾ ടെലസ്കോപ്പ് ക്യാമറയാണ് വയോജർ 1, വയോജർ 2. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ തൊട്ടടുത്ത് നിന്ന് എടുക്കാനൊക്കത്തില്ല, കാർമേഘങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ദൂരേക്ക് അതിവേഗത്തിൽ സ്പേസിലേക്ക് നീങ്ങി പോവുകയാണ്. അവിടെ ദൂരെ പോകും തോറും ഇവിടേക്കുള്ള ഫോട്ടോ എടുത്ത് അയച്ചുകൊണ്ടിരിക്കുക. ഈസ്റ്റേണിലുള്ളതായ സ്പേസ് കാര്യാലയത്തിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചൊരു കാര്യം പറയാം. ഒരു ചിത്രം ഓർക്ക് വന്നു. ആ ചിത്രം നോക്കിയപ്പോൾ സൂര്യരശ്മികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു മൺതരി, ഒരു പൊടി, ഡസ്റ്റ് പാർട്ടിക്കിൾ, ഒരു പൊടിയുടെ പടം, സൂര്യരശ്മിയുടെ ഇടയ്ക്ക് കുടുങ്ങിക്കിടക്കുന്ന പൊടി. അവരത് ബ്ലോ അപ്പ് ചെയ്തു. അത് വലുതാക്കി കൊണ്ടുവന്നപ്പോൾ ഈ പൊടി ഭൂമിയാണ്. അങ്ങ് ദൂരെ നിന്ന് നോക്കുമ്പോൾ വെറും ഒരു പൊടിയായി ഭൂമി. എവിടെയാണ് അതിരുവഴക്ക്? നീ ഒരു ഇങ്ങോട്ട് കൂടുതലെടുത്ത് അങ്ങോട്ടെടുത്ത് ആകെപ്പാടൊരു പൊടി. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം. തന്നെത്താൻ വലിയ ആളുകളാണെന്ന് ഭാവിക്കുന്നവർ മറ്റു മനുഷ്യരെ കൊണ്ട് തങ്ങളെ പുകഴ്ത്തി വലിയ ആളുകളാക്കി കാണിക്കാൻ ശ്രമിക്കുന്നവർ, ആൾ ദൈവങ്ങളായി നടക്കുന്നവർ. ഓർക്കേണ്ട ഒരു കാര്യം ഇവിടെയുണ്ട്. ഹെരോദാ വിചാരിച്ചു ഞാൻ ദേവനാണ്, ഞാൻ ദൈവമാണ്, ജനങ്ങൾ പുകഴ്ത്തുന്ന കേട്ടില്ലേ എന്ന് വിചാരിച്ച് അവൻ അതിൽ അഹങ്കരിച്ചപ്പോൾ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ദൂതനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഒറ്റ അടി കൊടുത്തു. അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലും കാണാം. ദൂതൻ അടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി കാണും ആരാ അടിച്ചെന്ന്, കാണത്തില്ലല്ലോ. ദൂതൻ അടിച്ചു. ദൈവജനത്തിനെതിരെ പൊരുതുന്ന ദുഷ്ട മനുഷ്യ ഓർത്തോ, ദൈവത്തിൻ്റെ ദൂതൻ്റെ അടിയപ്പെടാൻ നിന്റെ മേൽ വീഴുന്ന ദൈവദൂതൻ്റെ അടി നീ തിരിച്ചറിയണം. കൃമിക്കിരയായി പ്രാണനെ വിട്ടു എന്ന് പറഞ്ഞാൽ അവനുണ്ടായ അസുഖം പെട്ടെന്ന് പുഴുക്കൾ പെരുകി അവൻ്റെ ഉദര രോഗമുണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഗവേഷണം ചെയ്ത അയാളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഞാൻ വായിക്കുകയുണ്ടായി. അയാൾ എഴുതിയിരിക്കുന്നത് ഗാംഗ്രൈൻ എന്ന് പറഞ്ഞാൽ മുറിവിൽ അതിഭയങ്കരമായ ബാക്ടീരിയ കൂടി വരുമ്പോൾ ഭയങ്കര ദുർഗന്ധവുമാണ്, മരണകാരണവുമാണ്. അത് ഇയാളുടെ കിഡ്നിയിൽ ഉണ്ടായി എന്നാണ് ആ ഡോക്ടറുടെ അഭിപ്രായം. ആരുടെയാ? യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലിച്ചവൻ. അവൻ വിചാരിച്ചെന്നും അധികാരം അവൻ്റെ കയ്യില്ല എന്നും അവൻ പറയുന്നത് നടക്കത്തുള്ളൂ. ഇല്ല, ഹെരോദാവേ, നിന്റെ വാളിനേക്കാൾ മൂർച്ചയുള്ള വാള് കയ്യിലുള്ള ഒരുത്തൻ നിന്റെ മുകളിലുണ്ട്. ഇവിടെ എത്ര വലിയ ആളാണ് നീ ഭാവിച്ചാലും അതിൻ്റെ മീതെ ഒരുവനുണ്ട്. നിന്നെ ന്യായം വിധിക്കുന്ന ഒരുവനുണ്ട്, നിന്നെ ശിക്ഷ വിധിക്കുന്ന ഒരുവനുണ്ട്. ഹെരോദാവിനെ അടിച്ചോ, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. സാധാരണഗതിയിൽ എല്ലാ മനുഷ്യരും പ്രാണനെ വിട്ട് കഴിഞ്ഞാൽ കൃമിക്കിരയാവും. എന്നാൽ ഹെരോദാവിൻ്റെ കാര്യത്തിൽ ആദ്യം പുഴുക്കളെ വിട്ടു. പുഴുക്കൾ തിന്ന് അവൻ ചത്തു. ഇതിൽ കൂടുതൽ ശിക്ഷ എന്താ വേണം? അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? ആ അധ്യായത്തിലെ ഈ ദൂതനടിച്ച വാക്യം, ഞാൻ അടുത്ത വാക്യം കൊണ്ടൊന്ന് വായിച്ചേ. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. എവിടെ ഇരിക്കുക? രാജാസനത്തിൽ, സിംഹാസനത്തിൽ, പൊങ്ങിയ സ്ഥലത്തിരിക്കുക. ജനങ്ങൾ താഴെ നിൽക്കുക. അവരെല്ലാം കൂടെ ആർത്തു വിളിക്കുക, നീ ഒരു ദേവനാണ്, നീ ഒരു ദൈവമാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. അവൻ കൃമിക്കേരയായി, പുഴുക്കൾ അവനെ തിന്ന് അവൻ ചത്തു. അടുത്ത വാക്യം. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. എന്നാൽ
എന്നാൽ ഓർത്തോ, ഏതിനെതിരെയാണോ ഹെരോദാവ് നിന്നത്, ഹെരോദാവ് പോയി. എന്നാൽ അവരെതിർത്തുകൊണ്ടിരുന്ന ദൈവത്തിന്റെ വചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ഇന്ത്യ രാജ്യത്ത് സുവിശേഷത്തിന് വിരോധമായി ഏത് ശക്തികൾ എഴുന്നേറ്റാലോ, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, സുവിശേഷത്തെ തടയുവാൻ ലോകത്തിൽ ഒരു ശക്തിയും കഴിയയില്ല. ഹല്ലേലൂയ. കിഴക്കൻ മലയിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ആ ചെറിയ ഉറവയുണ്ടല്ലോ, ചെറിയ ഒഴുക്ക്, താഴോട്ട് വരണ്ട എന്ന് പറഞ്ഞ് കുറുകെ കല്ലിട്ട് അങ്ങടയ്ക്കുക, ഒഴുക്കിനെ തടയുക. കല്ലിട്ട് ഒഴുക്കിനെ തടഞ്ഞാൽ ഇത് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഏത് തടസ്സം ഉണ്ടാക്കുക, അതിൻ്റെ മുകളിൽ പൊങ്ങാനായിട്ട് ഇപ്പുറത്തങ്ങ് പൊങ്ങും. ഒഴുകാനൊക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ അങ്ങ് പൊങ്ങി 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 ഈ തടസ്സത്തിൻ്റെ മുകളിൽ കൂടെ ഒഴുകാൻ തുടങ്ങും. ലോകത്തിലെ ഏത് ശക്തി ദൈവസഭയുടെ വളർച്ചയ്ക്കെതിരെ പൊരുതിയാലും ആ പൊരുതിൻ്റെ മുകളിൽ പൊങ്ങി അതിൻ്റെ മീതെ കൂടെ ഒഴുകുവാൻ ശക്തിയുള്ളതാണിത്. ഹല്ലേലൂയ. മദ്യപിച്ചിട്ട് വീട്ടിൽ വന്ന പണ്ട് കാലത്ത് ഗ്രാമത്തില് മദ്യപാനിയായ ഒരു മനുഷ്യൻ മദ്യപിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് അയാൾക്ക് വെളിച്ചം ഇഷ്ടമല്ല, ഇരുട്ടിനെ സ്നേഹിക്കുന്ന ആളാണ് വന്നിട്ട് അങ്ങ് ചിമ്മിനി വിളക്ക് അവിടെ ഇരിക്കുന്നു. അയാൾക്ക് ദേഷ്യമായി. ഇവിടെ ആരാ ഇത് വെച്ച്, ഇതിനെ കത്തിച്ച് വെച്ച് എടുത്ത് ഒറ്റ എറിഞ്ഞിട്ട് അത് പൊട്ടിപ്പോയിട്ട് ഇതിനകത്തുണ്ട് മണ്ണെണ്ണയെല്ലാം ചെതറി. എവിടെയെല്ലാം മണ്ണെണ്ണ വീണോ അവിടെ എല്ലാം ഈ തീ കത്താൻ തുടങ്ങി. ഒരു വിളക്കാക്കെടുത്താൻ നോക്കിയേ, പക്ഷേ 100 വിളക്ക് അവിടെ ഉണ്ടായി. ദൈവത്തിൻ്റെ സഭയെ എറിഞ്ഞുടയ്ക്കാൻ ശ്രമിച്ചാൽ ഓർത്തുകൊള്ളുക, എവിടെയെല്ലാം വലിച്ചെറിയപ്പെടുന്നോ അവിടെ എല്ലാം ഇത് വളരും, ഇത് ശക്തിപ്പെടും. ഹല്ലേലൂയ. സിംഹം ഗുഹയിലേക്ക് കയറി വന്നപ്പോൾ ആ ഗുഹയുടെ വാതുക്കൽ ഒരു ചെലന്തിരിപ്പുണ്ടായിരുന്നു, 8 കാലി. എന്തൊരു അഹങ്കാരം കണ്ടില്ല, സിംഹത്തിൻ്റെ അഹങ്കാരം. ഞാനിവിടെ ഇരിക്കുന്ന വകവയ്ക്കാതെ സിംഹം ഗുഹയിലോട്ട് കയറി, എന്നാൽ ഇതിനെ ഞാൻ ഇറക്കി വിടത്തില്ല. എന്നിട്ട് 8 കാലി ഒരു വല നെയ്ത് വെച്ചു ഈ ഗുഹയുടെ വാതുക്കൽ. ഇനി സിംഹം ഇങ്ങനെ ഇറങ്ങിപ്പോന്ന് കാണട്ടെ. കുറെ കഴിയുമ്പോൾ സിംഹം ഇറങ്ങി വന്നു. അതിന് 8 കാലിയുടെ വല വല്ലതും വിഷയമാണോ? യഹൂദാ ഗോത്രത്തിലെ സിംഹമായവൻ, രാജാക്കന്മാരുടെ രാജാവായവൻ, പ്രഭുക്കന്മാരുടെ പ്രഭുവായവൻ, അവനെ തടഞ്ഞു വെക്കാൻ ഏത് ശക്തിക്കാണ് കഴിയുന്നത്? തിരുവനന്തപുരം സിറ്റിയിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ കൊടി ഉയർന്നു നിൽക്കണം. ദുഷ്ട സർപ്പശക്തി തുറകൂടി അടയിരിക്കുന്ന ഈ മണ്ണിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്ന അഭിഷേകമുള്ള ദൈവത്തിന്റെ ദിനം അതിനെ ചവിട്ടി മെതിച്ച യേശുവിന്റെ നാമത്തിലെ ശക്തി ഇവിടെ വെളിപ്പെടുത്തണം. ശക്തി വെളിപ്പെടുത്തുവാൻ ദൈവം കണ്ടിരിക്കുന്ന ജനമാണ് നിങ്ങൾ. അഭിഷേകം വെളിപ്പെടുത്തുവാൻ ദൈവം കണ്ടിരിക്കുന്ന ജനമാണ് നിങ്ങൾ. പാരമ്പര്യം കൊണ്ടോ പാരമ്പര്യത്തിൻ്റെ പരിചയം കൊണ്ടോ ചെയ്തു വരുന്ന ക്രമങ്ങൾ കൊണ്ടോ ഒന്നും ഇത് സാധിക്കുകയില്ല. ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനം കൊണ്ട് മാത്രമേ നിനക്ക് ജയമെടുക്കാൻ കഴിയുള്ളൂ, നിനക്ക് ജയിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ദൈവവചനമോ മേൽക്കുമേൽ പരന്നു. കൊല്ലന്മാരുടെ ആലകളുണ്ടായിരുന്ന പണ്ട്, അവിടെയാണ് ഉലയൊക്കെ ഉണ്ട്. ഉലയിൽ ചുട്ട് പഠിപ്പിക്കുന്ന ഇരുമ്പ് ചുട്ട് പഴുത്ത് ഒടുവിൽ ഓറഞ്ച് കളറായി മഞ്ഞ കളറാകും. ഒടുവിൽ അത്രയ്ക്ക് തീ അതിനകത്ത് കയറും. അത് കഴിഞ്ഞ് അടകല്ലെന്ന് പറയുന്ന ഒരിതുണ്ട്, അതിൻ്റെ പുറത്തോട്ട് ഇതിനെ വെച്ചിട്ട് വലിയ കൂടം കൊണ്ടടിക്കും. അങ്ങനെയാണ് മഴ ഉണ്ടാക്കുന്നത്, എല്ലാ ആയുധങ്ങളും ഉണ്ടാക്കുന്ന ഇരുമ്പ് പണിയെല്ലാം ചെയ്യുന്ന കൂടം കൊണ്ടടിച്ച പദം വരുത്തും. എന്നാൽ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത, ഈ കൊല്ലനും അടിച്ചടിച്ച് കൂട ഒടിഞ്ഞു പോവും. കൊല്ലൻ അടിച്ചടിച്ച് ഈ കൂടത്തിൻ്റെ പിടി കുരിപ്പോവും. എന്നാൽ ഇത്രയും നാൾ അടി കിട്ടിയിട്ടും ഈ അടകല്ല്, ആൻവിൽ എന്ന് പറയുന്ന സാധനം ഒരു കേടുമില്ല. ദൈവ സഭയ്ക്കെതിരെ അടിക്കുന്ന കൂടം മുഴുവൻ ഒടിഞ്ഞു പോകും, അതിൻ്റെ പിടി ഊരിപ്പോകും. എന്നാൽ യുഗങ്ങളുടെ ഭാര്യയായ ക്രിസ്തുവിൻ്റെ മേൽ പണിതുയർത്തുന്ന ദൈവത്തിൻ്റെ ജനത്തെ തൊടുവാൻ, അതിനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയയില്ല. വിശ്വാസമുള്ളവർ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. We praise you Lord, we worship you Lord, hallelujah. പാസ്റ്റർ സുരേഷ് ബാബു വളരെ വർഷങ്ങളായി
ഞങ്ങളൊന്നിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഞങ്ങളൊന്നിച്ച് യമനിൽ പോയിട്ടുണ്ട്, ഒന്നിച്ച് അമേരിക്കയിൽ പോയിട്ടുണ്ട്, പല രാജ്യങ്ങളിലൊന്നിച്ച് പോയി ദൈവവചനം പ്രസിഡന്റ് എൻ്റെ സഭയിൽ നെടുമ്പുറത്ത് വന്ന് താമസിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യനെ ദൈവം ഈ സിറ്റിയിൽ നിർത്തിയിരിക്കുകയാണ്. പലവിധ പോരുകളും പോരാട്ടങ്ങളും ജീവിതത്തിൻ്റെ തകർച്ചകളും കഷ്ടതകളും ഉണ്ടെങ്കിലും ദൈവം മാറാത്തവൻ, ദൈവം കൈവിടാത്തവൻ, ദൈവം മാറാത്തവൻ. ദൈവത്തിന് അത്യന്ത ശക്തിയുടെ ഇരട്ടിപ്പങ്ക് ഒരു ദാസന്റെ മേൽ വന്ന് അതിശക്തമായി ഒരഗ്നി ജ്വാലയായി ജ്വലിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമയം തന്നതിന് പ്രത്യേകം നന്ദി. ദൈവത്തിൻ്റെ ദൂത് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരത്ഭുതം അടുത്ത ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഭവനത്തിൽ ഒരത്ഭുതം ദൈവം വെളിപ്പെടുത്തും.